കണ്ണൂർ ഇരിട്ടി പായംകോളൻ പീടികയിൽ യുവതി വീട്ടിൽ ജീവനൊടുക്കിയതിന് പിന്നിൽ ഭർതൃപീഡനമെന്ന് പരാതി. കോളൻ പീടിക സ്വദേശി സ്നേഹ 24 ഇന്നലെ വൈകിട്ട് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് ഭർത്താവും ഭർതൃ വീട്ടുകാരും നിരന്തരമായി യുവതിയെ പീഡിപ്പിച്ചിരുന്നു. വീട്ടിലെ അവസ്ഥകൾ മനസ്സിലാക്കി സ്നേഹ എല്ലാം മറച്ചു വെക്കുകയായിരുന്നു. സ്നേഹയുടെ ഭർത്താവിന് സംശയരോഗമായിരുന്നു. ആരോടെങ്കിലും സ്നേഹ സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്താൽ അന്ന് വീട്ടിൽ പ്രശ്നമാണ്. നീ എന്തിനാണ് അയാളോട് ചിരിച്ചത്? നിന്റെ ആരാണ് അയാൾ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നീ നേരത്തെ അറിയില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു. സ്നേഹയുടെ ഭർത്താവ് മനീഷ് ഒരു ലോറി ഡ്രൈവറാണ്. അയാൾ ജോലിക്ക് പോയാൽ ഇടയ്ക്കിടയ്ക്ക് സ്നേഹയെ വിളിച്ചുകൊണ്ടിരിക്കും. വെയിറ്റിംഗ് ആവാൻ പാടില്ല. സ്നേഹയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോലും വിളിക്കാൻ പേടിയാണ്. വീട്ടിലേക്ക് വിളിച്ചാലും 1 2 പറഞ്ഞ് പെട്ടെന്ന് വെക്കും. അഥവാ വെയിറ്റിംഗ് ആയിപ്പോയാൽ മനീഷ് വിളിക്കുകയാണെങ്കിൽ അന്ന് അവിടെ അതായിരിക്കും പ്രശ്നം. ഒരു കുഞ്ഞു ജനിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് സ്നേഹ കരുതിയിരുന്നത്. എന്നാൽ ജനിച്ച കുഞ്ഞിന് മനീഷിനേക്കാൾ കളറുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ പേരിലായി പ്രശ്നം. ഈ കുഞ്ഞ് ആരുടേതാണ്? ഇത് എൻ്റേതല്ല. ഇതേ തുടർന്ന് നിരന്തരം പ്രശ്നങ്ങളായി വീട്ടിൽ. സഹികെട്ടാണ് സ്നേഹ ആത്മഹത്യ ചെയ്തത്. സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞിന്റെ നിറം തൻ്റേതുപോലെയല്ല എന്ന് പറഞ്ഞു ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി സ്നേഹയുടെ ബന്ധുക്കൾ പറയുന്നു. പലതവണ ഉപദ്രവം സഹിക്കാനാവാതെ രാത്രി അടക്കം സ്നേഹ വിളിച്ചതനുസരിച്ച് ബന്ധുക്കൾ പോയി കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഭർതൃപീഡനം സംബന്ധിച്ച് സ്നേഹയുടെ ആത്മഹത്യാ കുറിപ്പിലും പരാമർശമുണ്ട്. തൻ്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമാണ് എന്നാണ് 2 വരി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. 2020 ജനുവരി 21 സ്നേഹയുടെയും ജിനീഷിന്റെയും വിവാഹം. തുടക്കം മുതൽ ജിനീഷ് സംശയരോഗമുള്ളതായിരുന്നു അത്രേ. ഇരുവർക്കും 3 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും സ്നേഹയെ ഉപദ്രവിക്കാൻ തുടങ്ങി. കുഞ്ഞു വെളുത്തിട്ടാണെന്നും തൻ്റെ നിറമല്ലെന്നും പറഞ്ഞായിരുന്നു മർദ്ദനം. സ്ത്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞും പീഡിപ്പിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ജിനീഷിന്റെ വീട്ടുകാർ സ്ത്രീധനത്തെ ചൊല്ലി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു.